എവിടെയാടി? എന്താ പരിപാടി? ഞാൻ അങ്ങോട്ട് വരുവാ. ഓക്കെടാ. യോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ അമ്മച്ചീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ പ്രണവം എന്ന് പറഞ്ഞ പുനലൂർ ഹോസ്പിറ്റലുണ്ട്. അപ്പം അമ്മച്ചി അവിടെ സ്ഥിരം കാണിക്കാറ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. മമ്മീനെയും അമ്മച്ചീനെയും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വെളിയിൽ പോസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്. അവനെ ഒന്ന് കണ്ടേച്ച് പോയേക്കാന്ന് വെച്ചു. കുറച്ച് ദിവസമായി അവനെ കണ്ടിട്ട്. അപ്പോൾ അവനെ ഒന്ന് പോയി കണ്ട് ഒന്ന് മുഖദർശനമൊക്കെ നൽകിയിട്ട് വരാം എന്ന് വിചാരിച്ച് നിൽക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്താ ആൻറ്റി ബിസി ആയിപ്പോയി, കട്ട ബിസി ആയിപ്പോയി. അന്ന് പാലാച്ചിന് സമയത്ത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, പൂവാറായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരൻ അനന്തുവിൻ്റെ മമ്മിയാ. ഇവിടെ അനന്തുവിൻ്റെ പപ്പയുണ്ട്. അനന്തുവിൻ്റെ പപ്പയോടെ കട്ട ബിസിയാ. കഴിച്ചു വേണ്ട ആൻറ്റി, ഡയറ്റില്ല. വണ്ണം കുറഞ്ഞോടാ എൻ്റെ അല്ലേ? വണ്ണം കുറഞ്ഞ്. എന്നാ പിന്നെ എടുത്ത ആൻറ്റി, എന്തായാലും ആൻറ്റി സ്നേഹത്തോടെ തരുമല്ലേ. അപ്പം ഈ വീടെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വീട് പോലെ. പറ്റിച്ചല്ലടാ, തിരക്കായിപ്പോടാ. നിന്റെ റൂം എന്തിയാടാ? എൻ്റെ മുറി ഞാൻ കണ്ടേ. അത് കുഴപ്പമില്ല. ഇതാണോടാ? ഇതോ? അപ്പൊ ഇതാണ് നമ്മുടെ നന്ദുവിന്റെ സ്ഥലം. എടാ വേണ്ടല്ലേ? എടാ എൻ്റെ മുറി ഇതിലെല്ലാം പാടാ. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ അനന്തു. എന്നാലും നിനക്ക് ഒരെണ്ണം പോരാ, എനിക്ക് ഒരു 1.5 ഇൻട്രോ വേണം. അപ്പൊ ആൻറ്റി ഉണ്ടാക്കിയ സ്പെഷ്യൽ ഇടിയപ്പവും ചമ്മന്തി ആയിട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയൊന്നുമില്ല, നമ്മുടെ സ്വന്തം വീടായത്. അപ്പം ഞാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇവിടെ വരുന്നത്. ഞാൻ പാലാച്ചിന് സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. കൊതിപ്പിക്കലടാ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഇവിടെ ഞാൻ വന്നേനെ. പക്ഷെ എന്നാ ചെയ്യാനാ, ഇല്ലാണ്ടായിപ്പോയി. പാക്കരം എന്നിട്ട് വിളിക്കുകയും ചെയ്തടാ എന്നെ. ആണോ? എല്ലാവരും അപ്പോൾ അങ്ങനെ അല്ലേ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പം ഇവൻ മാത്രമല്ല കേട്ടോ, എനിക്കൊരു വളരെ കുറച്ചൊരു ഫ്രണ്ട് സർക്കിളേ ഉള്ളൂ കേട്ടോ. അതിൽ ഒരാളാണ് ഇവൻ. ആകെ വിരലെണ്ണാവുന്ന കുറച്ചൊരു നല്ല കൂട്ടുകാരേ ഉള്ളൂ. അതിൽ ഒരുത്തനാണ് ഇവൻ. ഒന്ന് ഇവനുണ്ട് എടാ, അങ്ങനെ പറഞ്ഞ പ്രശ്നം. അത് വേണ്ട. പിന്നെ എന്നാ ഉണ്ടോ പറയടാ വിശേഷം? ഇടിയപ്പം കിടിലോടാ, ഒരു രക്ഷയില്ല. അത് പിന്നെ ആൻറ്റി വെച്ചാൽ പിന്നെ നല്ലതാവായിരിക്കും. അടുത്ത ചായ ഒന്നും ചോദിക്കാൻ വേണ്ട, പഞ്ചസാര ഇടണ്ട. ഇവിടെ എന്താ ഇങ്ങനെ വില കൂടാനും കുറയാനും കാരണം എന്തുവാ? AI കാരണം. ഓക്കെ അതിനു വേണ്ടി ഇവര് ബൾക്കിന് സാധനങ്ങൾ എടുത്തോണ്ടു അല്ലേ? അവർക്ക് പ്രോസസ് ചെയ്യാനും അവർക്ക് നല്ല സാധനങ്ങൾ ആവശ്യമുണ്ടല്ലോ. ഓക്കെ, ഇവര് ബൾക്ക് ഓർഡർ കൊടുക്കും. ബൾക്ക് ഓർഡർ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല പൈസയും കിട്ടും, സാധനം കൊടുക്കും. മറ്റേതുപോലെ ടെൻഷനിൽ ഇവരുമായിട്ട് കൊടുക്കും. അപ്പോൾ സംഭവം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ റീസെൻ്റ്ലി ഞാൻ ഒരു SSD മേടിക്കാനായിട്ട് പോയി. എൻ്റെ നേരത്തെ ഒരു SSD ഇരിപ്പുണ്ട്. അപ്പോൾ അത് സ്റ്റോറേജ് ഫുള്ളായിട്ട് എന്നാൽ പിന്നെ ഒരു പുതിയ SSD മേടിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ ഓൺലൈൻ നോക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ അത് ഡേ ടു ഡേ ലൈഫിൽ എനിക്കത് ആവശ്യമാണ്. കാരണം ഇപ്പോൾ കോണ്ടൻറ്റ് എടുത്തിട്ട് എനിക്ക് ഇതിൽ നിന്ന് എൻ്റെ മാക്കിലോട്ട് മാറ്റാനൊക്കെ എനിക്ക് ഏറ്റവും റിലൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് SSD. അപ്പോൾ അത് ഫുള്ളായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പുതിയ SSD മേടിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഞാൻ സെപ്റ്റംബർ മേടിച്ചത് ആ SSDയുടെ പ്രൈസ് 10,000 സംതിങ് ആണ്. 10,000 ഇല്ലായിരുന്നു, 9,900 സംതിങ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ വില ഒരു 15 ചില്ലറയായി. ദിവസവും SSDയുടെ റേറ്റ് കൂടുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. ഈ പ്രോഫിറ്റ് AI ഡേറ്റാ സെൻറ്റേഴ്സ് വെൽ സപ്പോർട്ട് ഫോർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് 3 മാസം എന്താണ് അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റിൽ നല്ല സാധനങ്ങൾ ക്രൂഷ്യൽ പറയാനാ. അതുകൊണ്ട് അപ്പോൾ ഒരു വലിയൊരു കമ്പനി മാറിയപ്പോൾ അതെ ഷോർട്ടേജ് ആയി. സപ്ലൈ കുറഞ്ഞു, പക്ഷെ ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ പ്രൈസ് ഒബ്വിയസ് ആയിട്ട് ഹൈക്കാവും. അപ്പോൾ അതായിരുന്നു സംഭവം. അപ്പോൾ ഇനി SSD എന്നുള്ളൊരു സ്വപ്നം മാറ്റി വെക്കാം. എടാ പിന്നെ ഞാൻ ഇന്ന് ഈ ഇടയ്ക്ക് എൻ്റെ പഴയ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടാണ് KVVSലെ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അവൻ്റെ ആ സമയത്തെ കോലവും പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു. കിടില. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഓർമ്മയായിരുന്നു അത്.
അത് മാത്രം അതിന് എവിടെ കണ്ടുപിടിക്കും. ഹാർഡ് ഡിസ്ക് കുറേ ഇരിപ്പുണ്ട്. ഇത് അന്നെന്തോ ഇത് തോന്നിയപ്പോൾ എന്നാ പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. മറ്റേ വാട്സാപ്പിന്റെ ഡേറ്റ ഫുൾ ആകുമ്പോഴേ വാട്സാപ്പിന്റെ ഫയലോടെ ഞാൻ എടുത്ത് ഹാർഡ് ഡിസ്കിലോട്ട് മാറ്റുന്നുണ്ടായിരുന്നു. അത് കിടപ്പുണ്ട്. നമ്മൾ ഓർക്കുന്ന നമ്മൾ മറ്റേ അടൂരെ കമ്പ്യൂട്ടർ സെന്ററിൽ പരിപാടിക്ക് പോയിട്ട് അൽഫാം കഴിച്ച കുഴിമന്തി കഴിച്ച് ഓർക്കുന്ന. അപ്പൊ നിന്റെ ഒരു ഫോട്ടോ ഉണ്ട് മറ്റേ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കല്ലേ. എന്റെ ഉണ്ട് ഇങ്ങനെ വെൽറ്റിങ്ങനെ ശരിയാക്കി. ഫലാക്കൊക്കെ അടച്ചെന്ന് തോന്നുന്നില്ല, ഇപ്പൊ ഇല്ല. പൊട്ടിപ്പോയി. സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ മറ്റേ അന്നത്തെ ഫോട്ടോസും കാണും. മറ്റേ നമ്മള് തിരുവനന്തപുരത്ത് ആണോ അന്ന് കുറെ അടിച്ചു പൊളിച്ചായിരുന്നു. മറ്റേ പൊന്മുടിയിലൊക്കെ പോയി. ഞാനോ അയ്യോ അന്ന് ഞാൻ ഭയങ്കര ബൾക്കാട്ടോ. ഭയങ്കര ബൾക്കും അതുപോലെ തന്നെ മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയേക്കുന്ന സമയം. ഒറ്റ നോട്ടത്തിൽ തിരിഞ്ഞ് ഞാൻ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു പെങ്കൊച്ച് നടന്നു പോകുന്നതായിട്ടേ തോന്നത്തുള്ളൂ. എങ്ങനെ മുടി ഇങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ. എടാ മോടാ. അയ്യോ ആണ് നമുക്ക് ഫ്രീ ആയിരുന്നു. കരൾ മറ്റേ 2 ചേട്ടന്മാരായിരുന്നു. ഒരമ്മയും മക്കളും ആയിരുന്നു. മതിലി അടിപ്പിച്ചു. YMCയുടെ ഗേറ്റ് കൂട്ടും. അപ്പൊ നമ്മള് മതിലയാട്. ഈ സ്ഥലം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് തൊട്ട് ഓപ്പോസിറ്റ് അല്ലോടെ ബാക്ക് സൈഡ്. സെക്രട്ടേറിയറ്റിന്റെ ബാക്ക് സൈഡിലായിരുന്നു സാധനം. അതൊക്കെ മെമ്മറീസ് ആയിട്ടോ. ഇതെല്ലാം നോക്കി തപ്പിക്കഴിഞ്ഞാൽ എനിക്ക് ആ സാധനങ്ങളെല്ലാം എനിക്ക് എൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്ന് കിട്ടും. നോക്കട്ടെ. അവിടെ ജോമിൻ വിളിക്കാറുണ്ടോ? ജോമിൻ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ തിരക്കി. അന്ന് വീട്ടിൽ വന്നായിരുന്നല്ലേ. അപ്പൂന്റെ ഒരു വിവരം ഇല്ലടാ. ആണോ? ഓ ആണോ? സോജു ബയോടെക്കിലുണ്ടായിരുന്നു. നമുക്കൊന്ന് ഔട്ടിങ് പ്ലാൻ ചെയ്യണോടാ. കുറെ ദിവസമായി ഔട്ടിങ് വർഷങ്ങളായി. ഒരു ഔട്ടിങ് ഇതുവരെ സെറ്റ് ആയിട്ടില്ല. തെന്മല പോയി, പൊന്മുടി പോയി. പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഒരു പരിപാടിയും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ നടക്കും. എല്ലാവർക്കും ജോലിയായി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പല കാര്യങ്ങളായിട്ട് ബിസിയാണ്. ഞാനും ഇപ്പം വർക്ക് ചെയ്യുന്നു, ഇവനും ജോലിയുണ്ട്. ഞങ്ങളുടെ 2 കൂട്ടുകാർ ഞങ്ങളെല്ലാവർക്കും ജോലിയുണ്ട്. അപ്പം പിന്നെ അങ്ങനെ ഒരു ഇതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുണ്ട് കേട്ടോ. അപ്പോൾ സ്പെഷ്യലി പറയണം, ഞങ്ങളെല്ലാവർക്കും ജോലിയുണ്ട്. അപ്പോൾ അതാണ് പല കാര്യങ്ങളിലൊക്കെ ആയിട്ട് ബിസിയാണ്. നമ്മുടെ വളർന്നു വരുന്നൊരു ഭാവി ഒരു ക്യാമറമാനാണ്. വളർന്നു വന്നൊരു അടിപൊളി ക്യാമറമാനാണ് ഇത് കേട്ടോ. ഒരുപാട് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചായയും കൊണ്ടുവന്നു. താങ്ക് യു. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. എനിക്ക് ഇതിൻ്റെ ഡൈകാസ്റ്റ് കണ്ടപ്പോഴേ എനിക്കുണ്ടോ വീട്ടിൽ ഒരു കളക്ഷൻ ഹോട്ട് വീൽസിൻ്റെ. കാർഡിഡും ഉണ്ട്, അൺകാർഡിഡും ഉണ്ട്. ട്രാക്ക് ചെയ്തിട്ടാ എനിക്കും അതെ. ഞാൻ ഇപ്പം മറ്റേ ബോക്സ് ഉണ്ടല്ലോ, മറ്റേ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ കളമായിട്ടിരിക്കുന്നത്, അതിലാണ് ഇപ്പം ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ബോക്സ് മറ്റേ ഈ ടൈപ്പ് ബോക്സാണ്, മറ്റേ പ്ലാസ്റ്റിക് ബോക്സിൽ. ഇത് ഇതിനകത്ത് തന്നെ ഇരിക്കുമല്ലേ, എടുത്തിട്ടില്ലല്ലോ? ഇത് ഞാൻ എടുത്ത ലൂസാ. ഇതൊക്കെ ബോക്സിനകത്താണ്, ഇതൊക്കെ കവറിൽ പൊട്ടിച്ചിട്ടില്ല, ഇങ്ങനെ ഇരിക്കുക. ഇത് പ്രീമിയം. എടാ ഇത് കിട്ടത്തില്ലടാ ഇവിടെ, ഇല്ല. മെയിൻ ലൈൻ കിട്ടും. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ട്രിവാൻഡ്രത്തെ ലുലുമോളിലൊക്കെ കിട്ടും. പക്ഷേ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇത് വെളിയിൽ നിന്ന് ഇമ്പോർട്ട് വരണം. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിപ്പം നോർമൽ MRPക്കൊന്നുമല്ല വിൽക്കുന്നത്. 199 സാധനമൊക്കെ 500 രൂപ 550 രൂപയ്ക്കൊക്കെ ഇവര് സെല്ല് ചെയ്യുന്നത്. വിൽക്കുമ്പോൾ നല്ല റേറ്റാണ്. ഇത് ട്രേഡ് ചെയ്യുന്നവരുണ്ടോ? അവരത് നിർത്തിയപ്പോൾ ഭയങ്കര ഷോർട്ടേജ്, നല്ല പ്രൈസ് വയ്ക്കാനും സമയത്ത്. എൻ്റെ ഒരു ഫ്രണ്ട് ടോയ് ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ആ കിട്ടുമെന്ന് പറഞ്ഞു. 6 മാസമാണെന്ന് നോക്കി സാധനം കിട്ടി. ഈ സംഭവം എടാ കൊച്ചിയിൽ ടോയ് ഷോപ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചി വർക്ക് ചെയ്തുകൊണ്ടിരുന്നില്ലേ, ആ ടൈമിൽ ഈ സാധനം ആർക്കും വേണ്ടായിരുന്നു. ഞാൻ ആ കടയിൽ ചെല്ലുമ്പോൾ 149 രൂപയ്ക്ക് ആർക്കും വേണ്ടായിരുന്നു. അതവിടെ കട ഇരിക്കുമായിരുന്നു.
അതൊക്കെ ഇതിൻ്റെ എന്താ പറയുന്നത്, ഈ ഒരു ട്രെൻഡ് എല്ലാവരും ഫോളോ ചെയ്തു. എല്ലാവരും ഇപ്പം ഞാനിപ്പോൾ കൊച്ചിയിൽ ആ പഴയ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടാനില്ല. വരുമ്പോൾ തന്നെ ഹണ്ട് ചെയ്യുക, സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക. ഇപ്പം നമ്മുടെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ തേർഡ് പാർട്ടി വാട്സാപ്പ് ഗ്രൂപ്പ്സിന്നൊക്കെ. ബുറാഗോ അല്ല, ഇതേതാടാ? ഇത് ലാംബോർഗിനി. നൈസ്. നീയും കളക്ട് ചെയ്യുന്നുണ്ട്. ആ മെറ്റലല്ലേ? മെറ്റലല്ലേ? ആ മെറ്റലാ. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഓ വാവ്. ഇത് ലൈസൻസ്ഡ് അല്ലയോ? ലംബോർഗിനിയുടെ ലോഗോ ഒക്കെ ഉണ്ടല്ലോ. കിട്ടിയതാ? ആയിരിക്കും. പക്ഷെ സാധനം ഭയങ്കര ഡീറ്റെയിലിങ്, പ്രത്യേകിച്ച് ലാംബോയുടെ ലോഗോ ഒക്കെ വന്നപ്പോഴേ. ഓഹ്, കൈ പിടിക്കാൻ തന്നെ എന്ത് രസമാ. ഓ വാവ്. പിന്നെ ഈ എന്ത് രസമായിട്ടുണ്ട്. നോക്കിയാൽ മതി. ഈ ബൊറാഗോ എന്ന് പറയുന്ന കമ്പനിയുടെ ഇവര് അത് പറഞ്ഞ ഈ സ്കെയിൽ 1:32 സ്കെയിലല്ല, അവരുടെ 1:16 ഒക്കെ കുറച്ചുകൂടെ വലുതാ. കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് നല്ലതാ. ഓ വിൻറ്റേജ് കൊഡാക്കിൻ്റെ അല്ലേ? ഓക്കെ, ഇങ്ങനെയൊക്കെ നല്ല താല്പര്യമുള്ളൊരു ചേർക്കനാണ്. ഓ നൈസ്. ഇത് സ്റ്റാൻഡേർഡ് സാധനമാണ്. ഇത് ആണോ? ഏതാ കമ്പനി? യാഷിക. ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുമായിരിക്കും. ഫിലിമിട്ട പ്രോസസ്സിംഗ് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇതിപ്പം ഒന്നും ചെയ്യാതെ വെച്ചേക്കും. കൈ പിടിക്കുമ്പോൾ തന്നെ ക്വാളിറ്റി, പ്രത്യേകിച്ച് അതും അതിനൊരു പ്രത്യേക. ഇത് ഞാൻ നാഗോലിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആണല്ലേ? അവിടെ വീട്ടില് ഇതേപോലെ അച്ഛൻ്റെ 45 കിലോമീറ്റർ പെർ അവർ. അങ്ങനെ 1 സെക്കൻഡ് എത്ര മീറ്റർ ഉപ്പണം. ഓക്കെ ശരി. വേണ്ട ഞാൻ പഠിപ്പിയല്ല. എനിക്ക് പറയണ്ട. നീ പോണെങ്കിൽ നീ പറ. ഞാൻ പഠിപ്പില്ല. എനിക്ക് സപ്ലൈ ഉണ്ടായിരുന്നു. മാത്സിനില്ലായിരുന്നു. ഇത് പക്ഷെ ഫിസിക്സാ. കണക്ക് പറ, ഡിവൈഡഡ് ബൈ സംതിങ് പറ. ഞാൻ ഫിസിക്സ് എനിക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റാണ്. അവർ സ്പീഡും മോഷനും കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ പറയുന്നു. ഇവൻ പറയുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. ഇവൻ ഉള്ളത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ബ്രില്യൻറ്റ് ലാഡായിരുന്നു. ഇവനും നീരജുമായിരുന്നു. ഇവന്മാർ രണ്ടെണ്ണം പഠിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ മുട്ടിയിരിക്കുന്ന ഞാനും ചെറുതായിട്ട് ഇങ്ങനെ പഠിക്കുമായിരുന്നു. മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും. അല്ലല്ല, ക്ലാസ് തുറക്കുന്നത് ഞാനായിരുന്നു. അത് ഞാനല്ല, അത് വാക്കരനായിരുന്നു. എടാ അഖിൽ സാറ് സ്കൂളിൽ നിന്ന് പോയി, കോളേജിൽ നിന്ന് മാറി. ഏതെങ്കിലും എനിക്കറിയാം. ആളെ ഞാൻ പറയത്തില്ല, പക്ഷെ ആള് താഴെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. എല്ലാവരും നമുക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തുകൂടാ എന്തായാലും മിസ്സായോ ഉണ്ടോ? എന്ത് സാധനം കണ്ടുപിടിക്കാനും നമ്മളിവിടെ വരണം, എന്നാലേ പുതിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അയ്യോ, നിങ്ങളെ ഞാൻ ഒരു സാധനം കൂടെ കാണിക്കാം കേട്ടാ. ഒരു മോഹൻലാൽ ഫാൻ്റെ വീട്ടിൽ ഇരിക്കേണ്ട ഒരു കലണ്ടർ ഇത് കണ്ടാ. ആഹാ വണ്ടർഫുൾ. എടാ ഇത് ഒരെണ്ണം ഒപ്പിക്കടാ. എനിക്കൊരെണ്ണം ഉണ്ടോ നിൻ്റെ? കുഴപ്പമില്ല, നീ നോക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പം എന്താ അപ്പോൾ നമുക്കൊന്ന് വെള്ളിലോട്ടൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. ഇതാട്ടോ അനന്തൻ്റെ അപ്പ. ആൻറ്റി പോയേക്ക് വന്നേ. വീട്ടിൽ വിളിച്ചു. എന്താ ഒന്ന് പോയി പിക്ക് ചെയ്തേക്കാന്ന് വെച്ചു. കണ്ട് പോയേക്കോ. ഇനിയിപ്പോൾ അടുത്ത വരവിന് വരുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങും. ആൻറ്റി അങ്ങോട്ട് പോയി. ആൻറ്റി ഇവനെ പിടിച്ചോണ്ട് ബിസിയാ, തിരക്കാ, ബിസി ബോയ്. അയ്യോ ഓടാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറുക്കൻ കേട്ടോ. ഇനിയിപ്പം 1, 2, 3, 4 ക്യാരക്ടേഴ്സിനെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. അവന്മാരൊന്നും സ്ഥലത്തില്ല. ഉള്ളപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. എടാ സാധനം കിടിലോ കേട്ടോ. ഇത് ഒതുങ്ങിയ വണ്ടിയാ. എല്ലായിടത്തും കയറി പോവുകയും ചെയ്യും. ഉറക്കും വണ്ടി. ഒരു കാര്യമാണ്, എല്ലാ വഴിയും കയറി പോയി സാധനം.
അനന്തൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വണ്ടി അനന്തൻ ഓടിച്ചിട്ടുണ്ട്. ബൈക്ക് ഓടിച്ചിട്ടില്ല അല്ലയോടെ. ഞങ്ങളുടെ വെർണ ഓടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ അതാണ്ട് നമ്മുടെ പുതിയ വാഹനമായ ഓൾട്ടോ കേട്ടൻ ഓടിക്കും. ഓ കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് ഞാൻ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താടാ ഈ പ്രോബ്ലം? ഓട്ടോമാറ്റിക് മറ്റേതല്ലേ ഓടിച്ചിട്ടുള്ളൂ. വലിയ വണ്ടി, ചെറിയ വണ്ടി, ഓട്ടോമാറ്റിക്. ഇതെന്റെ ആദ്യത്തെ സ്കൂൾ ഗൈസ്. ഇതായിരുന്നു അല്ലേ? ഏതാ സ്കൂൾ? ഏതാ അത്? അതിപ്പോ സ്കൂളല്ല, സെൻട്രൽ സ്കൂൾ എന്ന് പറയുന്നത്, ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ഓ 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അനന്തപ്പ അടുത്ത വരവിന് നിന്നെ കാണാം. ഓ തിരക്ക, ഭയങ്കര ബിസി കായി. അപ്പോൾ അവിടെ ഓക്കെടാ, കാണാം. ശരി, മമ്മിയെ തിരക്കെന്ന് പറഞ്ഞേക്കാം. പിന്നെ ഞാൻ നേരെ മമ്മിയെ പോയി പിക്ക് ചെയ്യട്ടെ. മമ്മി എനിക്കൊന്ന് പോസ്റ്റാ. അപ്പോൾ മുത്തേ ബൈ. യെസ്, അങ്ങനെ അനന്തപ്പനെയും കണ്ടു. ഇനിയിപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് മമ്മീനെയും അമ്മച്ചീനെയും പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ അമ്മച്ചീനെയും പിക്ക് ചെയ്തു, അമ്മച്ചീനെയും മമ്മീനെയും പിക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകട്ടോ. അപ്പോൾ ഇതായിരുന്നു വിശേഷങ്ങൾ. കൂട്ടുകാരനെ കണ്ടിട്ട് കുറേ നാളായി. എന്നാൽ പിന്നെ അവനെ ഒന്ന് കണ്ടേച്ച് ഒക്കെ വരാമെന്നുള്ള രീതിയിലും കൂടെ ഞാൻ ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.